കർഷകർ അവരിൽ നിക്ഷിപ്തമായ കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന വികസന സൗകര്യ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകൻ അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം കൃത്യമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിശക്കാതെ കഴിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നെല്ലുവില 40 രൂപയെങ്കിലുമാക്കി ഉയർത്താൻ കേന്ദ്രം സന്മനസ് കാണിക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ 1,30,00,000 രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നാലുപാടം പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അല്ല, 50 കോടി രൂപയിൽ കൂടുതൽ കൃഷി വകുപ്പിൽ നിന്ന് തന്നെ ഈ മണ്ഡലത്തിലേക്ക് ഈ MLA വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് ചേർത്തലക്കാർ അറിയാതിരുന്നാൽ അറിയാതിരിക്കുന്നത് എൻ്റെ ഭാഗ്യമെന്ന്. ഇതിൻ്റെ 4-1 അവിടേക്ക് വന്നിട്ടില്ല. അങ്ങനെ നോക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം, മന്ത്രിയുടെ മണ്ഡലം, വേറെ ഭരണകക്ഷി മണ്ഡലം, പ്രതിപക്ഷ മണ്ഡലം, അങ്ങനെയൊന്നുമല്ല ഒരു ഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗൗരവം കാണും. എവിടെയാണ് എൻ്റെ ആവശ്യകത എന്നുള്ളതിന് തന്നെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ടാണ് 35 കോടി വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാമോ എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കാതിരുന്ന അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിരവധിയായ ഇടപെടൽ നടത്താനുണ്ട്. ഞാനിപ്പോൾ ഇന്ന് ഈ യോഗത്തിൽ അതിന് മുമ്പ് നമ്മുടെ ഒരു മീറ്റിങ്ങിലൊക്കെ നമുക്ക് കയറി ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓൺലൈൻ മീറ്റിംഗാണ്, കേന്ദ്രമന്ത്രി വിളിച്ച യോഗമാണ്. കേരളത്തിൻ്റെ കാര്യം അവതരിപ്പിക്കാനുള്ള സമയം പോലും നമുക്ക് തരത്തില്ല. ഏതാണ്ട് 1:30 വരെയും നമ്മളെ യോഗത്തിലിരിക്കുന്ന യോഗം തീർന്നു എന്ന് പറഞ്ഞാൽ അവരെഴുന്നേറ്റ് പോകും. നമ്മളപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ കേൾക്കാൻ പോലും പലപ്പോഴും പലയിടങ്ങളിലും തയ്യാറാവുന്നില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കാർഷിക മേഖലയെ സഹായിച്ചേ മതിയാവുള്ളൂ. കൃഷിക്കാരൻ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിന്നേ മതിയാവുള്ളൂ. അതിനാവശ്യമായ സംരക്ഷണങ്ങൾ ഒരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. കാരണം ആ കൃഷിക്കാരൻ്റെ ഈ പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ എല്ലാം ഏറ്റവും പ്രമുഖമായൊരു പ്രശ്നം പരിഹരിക്കുന്നത്. കൃഷിക്കാരൻ നിൽക്കുന്നത് കൊണ്ടാണ്, കൃഷിക്കാരൻ സജീവമായി രംഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത്. അത് വിശപ്പെന്നുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരമാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് നെൽകൃഷി നടത്തുന്നതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതിന് അനുസൃതമായ സഹായം ലഭ്യമാക്കുകയാണ് വേണ്ടത്. വിപണിയിലെത്തുന്ന ഏതുൽപ്പന്നത്തിൻ്റെയും വിപണി വില ഉൽപ്പാദകന് തീരുമാനിക്കാമെന്നിരിക്കെ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ വിപണി വില കർഷകന് നിശ്ചയിക്കാൻ അവകാശമില്ല എന്നത് വിരോധാഭാസമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പോട്ടത്തറ പാലത്തിന് സമീപം ചേർന്ന സമ്മേളനത്തിൽ അമ്പലപ്പുഴ MLA ഇസ്ലാം അധ്യക്ഷത വഹിച്ചു. KLDC ചെയർമാൻ PV സത്യനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം P അഞ്ജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM ദീപ, സ്ഥിരസമിതി അധ്യക്ഷൻ പ്രജിത് കാരിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VR അശോകൻ, നാലുപാടം പാടശേഖര സമിതി സെക്രട്ടറി D സതീശൻ, നാനാക്കേട് പാടശേഖര സമിതി സെക്രട്ടറി S അനിൽ തോട്ടാങ്കര, അസിസ്റ്റന്റ് എഞ്ചിനീയർ S പാർവതി എന്നിവർ സംസാരിച്ചു. പ്രോജക്ട് എഞ്ചിനീയർ S വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു.